ब्रह्मज्ञानेति ब्राह्मणः सत्यं वद धर्मं चर अतिथिदेवो भव। ब्रह्मज्ञानेति ब्राह्मणः सत्यं वद धर्मं चर अतिथिदेवो भव। ब्रह्मज्ञानेति ब्राह्मणः सत्यं वद धर्मं चर अतिथिदेवो भव। अतिथिदेवो भव। ब्रह्मज्ञानेति ब्राह्मणः सत्यं वद धर्मं चर अतिथिदेवो भव। अतिथिदेवो भव। எந்த பிரியப்பட்ட நாட்டுவாரே,
95 ദിവസത്തെ ജാതി നിർമ്മാണത്തിലെ ഭാരതയാത്ര കഴിഞ്ഞ് ഞാനും എന്റെ സംഘവും ഇന്ന് കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ദൃശ്യം നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ആരാധനാലയങ്ങളിൽ കയറാൻ പാടില്ല. പക്ഷെങ്കിൽ നായ്ക്കും നരിക്കും നമ്മുടെ നാട്ടിൽ ആരാധനാലയങ്ങളിൽ കയറാൻ മനുഷ്യന് പാടില്ല. കാരണം അവർ തൊട്ടുകൂടാത്തവരാണ്, താഴ്ന്ന ജാതിക്കാരനാണ്. ജീവിക്കുന്നു മനുഷ്യനെന്ന് പറഞ്ഞ് ലജ്ജയില്ലേ? മനുഷ്യരെന്താണ്, മാനവൻ എന്താണെന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ, മാനവൻ, മനുവിന്റെ പേരിൽ ഉണ്ടായതാണ്. മനു ആരാണെന്ന് അറിയാമോ? നമ്മുടെ ആദിപിതാവാണ് മനു. ആ മനുവിന്റെ പേരിൽ നിന്നതാണ് മനുഷ്യൻ, മാനവൻ. മനുവിനെ അറിഞ്ഞാൽ സൃഷ്ടികർത്താവായ ശ്രീ ബ്രഹ്മദേവനെ അറിയണം. ത്രിമൂർത്തികളെ വെച്ച് ആചരിക്കുന്ന നമ്മുടെ നാട്ടിൽ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ വെച്ച് ആരാധിക്കുന്ന നമ്മുടെ നാട്ടിൽ ബ്രഹ്മജ്ഞാനേ ഇത് ബ്രാഹ്മണ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വിഷ്ണു ജ്ഞാനേ ഇത് ബ്രാഹ്മണ, ശിവജ്ഞാനേ ഇത് ബ്രാഹ്മണ, ദേവിജ്ഞാനേ ഇത് ബ്രാഹ്മണ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേൾക്കുകയില്ല. കാരണം ബ്രഹ്മജ്ഞാനേ ഇത് ബ്രാഹ്മണ, അത് മാത്രമാണ് ബ്രാഹ്മണിസം. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാവേ ബ്രാഹ്മണിസത്തിനെ കൊന്നു കുഴിച്ചു മൂടിയില്ലേ? ബ്രാഹ്മണിസം എന്താണെന്നറിയാതെ, ബ്രഹ്മജ്ഞാനം എന്താണെന്നറിയാതെ, ബ്രാഹ്മൺ, ബ്രഹ്മം, ബ്രഹ്മാണ്ടം ഇതൊന്നും മനസ്സിലാക്കാതെ ആയിരങ്ങൾ പതിനായിരങ്ങൾ വർഷം പിന്നിട്ടില്ല. നമ്മൾ നശിച്ചു പോയില്ലേ ജനത? നമ്മുടെ ഭരണഘടന അനുസരിച്ച് എല്ലാവരും മനസ്സിലാക്കണം, കേവലം 3% മാത്രം തൊട്ടുകൂടാൻ പാടുള്ള ബ്രാഹ്മണരും ബാക്കി 97% തൊട്ടുകൂടാൻ പാടില്ലാത്ത അധകൃത അച്യുത ശൂദ്രന്മാരാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഭരണഘടന അനുസരിച്ച് മനസ്സിലാക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെ ഓടുകയല്ലേ? മനസ്സിലാക്കണം. ജാതി മനുഷ്യന്റെ ഇടയിൽ ഒരു കാരണവശാലും നിഘണ്ടുവിൽ പോലും നിലനിൽക്കാൻ പാടില്ല. കാരണം ബ്രിട്ടീഷുകാർ കാസ്റ്റ്, ജാതി മൃഗങ്ങളുടെ ഇടയിൽ മൃഗങ്ങളെ തരംതിരിച്ചറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ആന, കുതിര, കരണി, പട്ടി, പശു, പൂച്ച ഇതെല്ലാം മൃഗങ്ങളിലുണ്ട്. അതിനെ തരംതിരിച്ചറിയാൻ കാസ്റ്റ്, ജാതി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ജാതിയില്ലായിരുന്നു. 300 വർഷം മുമ്പ് ഇവിടെ ജാതിയില്ലായിരുന്നു. വർണ്ണവ്യവസ്ഥ ഉണ്ടായിരുന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അത് അടിമത്തമായിരുന്നു. പക്ഷെങ്കിൽ ആ അടിമത്തം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇല്ലാതായി, വിവർണമായി. ഇവിടെ ക്ഷത്രിയനും വൈശ്യനും ഇല്ല, ബ്രാഹ്മണനും ശൂദ്രനും മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നിങ്ങളെ മനസ്സിലാക്കിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. 125 കോടി ഇന്ത്യയിലെ ജനങ്ങൾ വന്ന് ജാതി വേണമെന്ന് പറഞ്ഞാലും 6.5 ബില്യൺ 650 കോടി ലോക ജനതയുടെ വന്ന് എന്റെ നാട്ടിൽ ജാതി വേണമെന്ന് പറഞ്ഞാലും ഒരിഞ്ച് കെട്ടി മുറുക്കി ജാതി ഇല്ലാതാക്കും. എല്ലാവരും കേട്ടുകൊള്ളിൽ, ഇവിടെ ജാതി നിലനിൽക്കുകയില്ല. ജാതി നിലനിന്നാൽ മനുഷ്യൻ മനുഷ്യനല്ല, മനുഷ്യൻ മൃഗമാണ്. അതാണ് ജാതിയും ജാതി വ്യവസ്ഥയും. അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ 95 ദിവസത്തെ ജാതി നിർമ്മാണത്തിന്റെ ഭാരതയാത്ര കൊണ്ട് കോടാനുകോടി ജനങ്ങൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അവർക്ക് മനസ്സിലായി നമ്മുടെ സംസ്കാരമാണ് ബ്രാഹ്മണിസം. വാമന അവതാരത്തിന് മുമ്പ് വരെ, വാമന അവതാരത്തോടു കൂടിയാണ് നമ്മുടെ സംസ്കാരം നശിച്ചത്. അതുമുതൽ നമുക്കിവിടെ സ്ലേവറിയാണ്, അടിമത്വമാണ്. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഏതെങ്കിലും ഒരു ആചാര്യം വന്ന് അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അതിന്റെ പുറകെ കൈ വലിച്ച് നടക്കുകയാണോ? വിട്ടുകളായി. അരുത്. മനുഷ്യരെ ബുദ്ധിശക്തി ദൈവം സൃഷ്ടികർത്താവ് തന്നിരിക്കുന്നത് മൃഗതുല്യമായി ചിന്തിക്കാനല്ല, മനുഷ്യനായി ചിന്തിക്കാനാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ബ്രാഹ്മണ്യം മാത്രമായിരുന്നു 100% നമ്മുടെ നാട്ടിൽ വാമനാവതാരം വരെ. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സർവരും ബ്രാഹ്മണർ. ഏതൊരു വ്യക്തിയെ മനുഷ്യൻ, ഏതൊരു മനുഷ്യനും ബ്രാഹ്മണൻ, ഏതൊരു ബ്രാഹ്മണനും മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറയുന്ന അർത്ഥം ഞാൻ മനസ്സിലാക്കിയില്ലേ? മനുവിൽ നിന്നുള്ളടത്താണ് മനുഷ്യൻ, മാനവൻ. ആ മനുവിന്റെ സൃഷ്ടികർത്താവാണ് ബ്രഹ്മദേവൻ, ദൈവം, പരമാത്മാവ്. ഇതുകൂടെ പറഞ്ഞുതരാം. ഈ ജ്ഞാനം വേണമുള്ളത് സൃഷ്ടിയില്ലെങ്കിൽ സ്ത്രീയുണ്ടോ? സൃഷ്ടിയില്ലെങ്കിൽ സംസ്കാരമുണ്ടോ? എല്ലാവരും മനസ്സിലാക്കണം. ബ്രഹ്മ
മഹാദേവനില്ലെങ്കിൽ വിഷ്ണുദേവൻ എന്താണ് ഇവിടെ കാര്യം? ബ്രഹ്മദേവനില്ലെങ്കിൽ ശിവദേവൻ എന്താണ് ഇവിടെ കാര്യം? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇത് മനസ്സിലാക്കണം. ബ്രഹ്മജ്ഞാനേ ഇത് ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവർ എല്ലാവരും ബ്രാഹ്മണരാണ്. എന്റെ നാട്ടിലുള്ള സർവ്വമാന പേരും ബ്രഹ്മജ്ഞാനമുള്ളവരാണ്. ശ്രീ ബ്രഹ്മദേവന്റെ സന്തതികളാണ്. അതുകൊണ്ടാണ് എല്ലാവരും ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ഈ തത്വത്തെ ആരും മറുക്കരുത്. ഇത് വേണ്ട എന്ന് വെച്ചാൽ നാം മൃഗതുല്യരായി താണു പോകരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രീ ബ്രഹ്മദേവനുമായി നമ്മുടെ ശ്രീ മഹാഭാരത യാത്ര നടത്തിയത്. എല്ലാവരും മനസ്സിലാക്കണം. നൂറ് വേണമെങ്കിൽ ധരിക്കുക, വേണ്ട എങ്കിൽ ധരിക്കണ്ട. പക്ഷെങ്കിൽ നാണം ആവശ്യമില്ല. ഇത് നമ്മുടെ സ്വത്താണ്. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതവാസികളുടെ സ്വത്താണിത്. മനസ്സിലാക്കണം. ഏതാനും ചില ആൾക്കാർ അത് കൈയടക്കി വെച്ച് താഴോട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ അവകാശം വീണ്ടെടുത്ത് നമ്മൾ നിങ്ങൾക്ക് തരികയാണ്. അത് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ജാതുവില്ല, ഒന്നുമില്ല. സത്യം വധ, ധർമ്മം ചര, അതിഥി ദേവോഭവ. ഇതാണ് നമ്മുടെ സനാതന സംസ്കാരം. ഇത് നമുക്ക് വീണ്ടെടുക്കണം. എല്ലാവരും നമ്മോട് സഹകരിക്കണം. ജാതിയോ ജാതിന്റെയോ മനുഷ്യന്റെ ഉള്ളിൽ നിലനിൽക്കാൻ പാടില്ല. ജാതി മൃഗീയമാണ്, ജാതി ശാപമാണ്, ജാതി വിഷമാണ്. നമ്മുടെ ഭഗവാന്റെ നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എത്രയോ വിധികൾ ഇവിടെ കിടക്കുന്നു. ജാതി വിഷമാണ്, ജാതി ശാപമാണ്. എത്രയും പെട്ടെന്ന് നിർമ്മാർജ്ജനം ചെയ്യണം. ഇതുകൂടെ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരികയാണ്. ഹിന്ദുവിസത്തിൽ നിന്നും ഉടലെടുത്താണ് ജാതി വ്യവസ്ഥ. ഹിന്ദുവിസം ഇവിടെ നിലനിൽക്കണമെങ്കിൽ കേട്ടുകൊള്ളുവിൻ. ഹിന്ദുക്കൾ എല്ലാവരും ഹിന്ദുവിസം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ജാതി നിർമ്മാർജ്ജനം ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഹിന്ദുവിസത്തിനെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തിരിക്കും. കാരണം നമുക്ക് മനുഷ്യർ വേണം. ഇസം പിന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നന്ദി, നമസ്കാരം. ഞാൻ